എല്ലാവർക്കും പ്രിലിം സ്ട്രാറ്റജി സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടീസ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. പ്രിലിംസ് എക്സാമിനേഷന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മളെ എക്വിപ്പ് ചെയ്യുന്നതും ഈ മോക്ക് ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഫ്രീലി അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നന്നായിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ആക്യുറസി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയും നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ആളുകൾ കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആ 4 ഓപ്ഷൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുകയും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും. അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ആക്യുറസി നമുക്ക് കൃത്യമായിട്ട് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ടൈമാണ്. ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ച് സമയം കളയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പം അതിനെയും ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പം ഇന്ന് തൊട്ട് ഒരു പ്രാക്ടീസ് ആയിട്ട് മിനിമം ഒരു 30 ചോദ്യങ്ങളെങ്കിലും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 30 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്തു തുടങ്ങുക. 30 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ചെയ്തു തുടങ്ങണം എല്ലാ ദിവസവും. അതേപോലെ നമ്മുടെ എക്സാമിനേഷൻ അടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ, ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ബാക്കി നിൽക്കുമ്പോൾ അവിടെ മുതൽ നിങ്ങൾ ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ശ്രമിക്കുക. ഫുൾ ടെസ്റ്റുകൾ, അതായത് ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ 80 ക്വസ്റ്റ്യൻസ് വരുന്ന CSATന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത് വലിയൊരു പ്രാക്ടീസാണ്. അപ്പം കൂടുതൽ സമയവും പഠിച്ച്, അതായത് പുതിയ കോൺസെപ്റ്റുകളിൽ പഠിച്ച് സമയം കളയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ കൂടുതലായിട്ട് തന്നെ ചെയ്യുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഒരു കറണ്ട് അഫയറിനെ ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്നും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഇന്ന് മുതൽ ഒരു കൃത്യമായിട്ട് പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തണം. മിനിമം 30 ചോദ്യങ്ങളെങ്കിലും ചെയ്തു തുടങ്ങുക. മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആക്യുറസിയും നിങ്ങളുടെ ടൈം മാനേജ്മെന്റും നിങ്ങളുടെ സ്പീഡും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്.